വിപിൻദാസേ 2019 ഞാൻ മനസ്സിലാക്കുന്നത് KR ഇന്ദിര വലിയ വിദ്വേഷ പരാമർശം നടത്തിയത്. ആ പരാമർശം ഇപ്പോൾ ഓർക്കുന്നുണ്ട് എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പറയാം. മുസ്ലിം സ്ത്രീകൾക്കെതിരെയുള്ള പന്നി പെറുന്ന പോലെ താത്തമാർ പന്നി പെറും പോലെ പെറ്റുകൂട്ടുക തന്നെ ചെയ്യും. എങ്ങനെയെങ്കിലും പെരുത്ത് ലോകം പിടിച്ചെടുക്കേണ്ടതാണല്ലോ. അതെ, പൈപ്പ് വെള്ളത്തിൽ ഗർഭനിരോധന മരുന്ന് കലർത്തി വിടുകയോ മറ്റോ ചെയ്യേണ്ടി വരും നിങ്ങളിൽ നിന്ന് ഈ ഭൂമി രക്ഷപ്പെടാൻ എന്നായിരുന്നു ആ പരാമർശം. 2019 പരാമർശം. ഇന്ദിര ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത്. അന്ന് അവര് തൂത്തുക്കുടിയിലെ ആകാശവാണി നിലയത്തിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് 2019 അതായത് 2019 എന്ന് പറയുന്നത് പൗരത്വ സമരം നടക്കുന്ന സമയമാണ്. അതെ, അതിന് മുന്നേ 2018 ഇത് അവർ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. 2018 മറ്റൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. ബ്രസീലും സൗദി അറേബ്യയും തമ്മിലാണ് ഫുട്ബോൾ കളി എങ്കിൽ മലപ്പുറം ആരുടെ പക്ഷത്തായിരിക്കും? രണ്ടാമത്തെ പരാമർശം 2018. 2022 ഒരു പരാമർശമുണ്ട്. കേരളത്തിലെ ഇടതരുടെ കാപട്യം കാണുമ്പോൾ ഒരു ഹോളോകോസ്റ്റ് നടത്തിയാലോ എന്ന് തോന്നാറുണ്ട്. തീർന്നില്ല, 2022. 2023 പരാമർശം ലേറ്റസ്റ്റ് വേറെ ഉണ്ട്. വെറുതെ എല്ലാ മാപ്പിള ലഹളയും മാറാട് കൊലയും ബൈക്കടിപ്പിച്ച് കൊല്ലലും ലവ് ജിഹാദും നടക്കുന്നത്. എത്ര ആക്രമിക്കപ്പെട്ടാലും സഹിഷ്ണുതയോടെ ഉമ്മ കൊടുക്കുമല്ലോ. 2023 നാമജപ ഘോഷയാത്രയുടെ ഇടയിലും ഒരു നടത്തില്ല. 2025 പരാമർശം. ആയുധമെടുക്കാനും ആഞ്ഞു വെട്ടാനും നിങ്ങൾ പഠിക്കണം. അത് പഹൽഗാം എന്റെ സമയത്താണ്. നാമജപ ഘോഷയാത്ര നടത്താൻ മാത്രം പഠിച്ചാൽ പോരാ എന്നാണ്. ആഞ്ഞു വെട്ടണം.